ഏറെ പ്രിയങ്കരനായ നമ്മുടെ കാവലാൾ, നമ്മുടെ സംരക്ഷകൻ, ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും, ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോ, ഇവിടെ കോവിഡ് വന്നപ്പോ, ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം വന്നപ്പോ, എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് താങ്ങും തണലും ആശ്രയവുമായി നിന്ന വയനാടിന്റെ പ്രിയപ്പെട്ട കുടുംബനാഥൻ ശ്രീ രാഹുൽ ഗാന്ധി കടന്നുപൂർവം പടിഞ്ഞാറത്തയിൽ നടന്ന ഏറ്റവും വലിയ 10,000 അംഗമെടുത്ത ഈ റോഡ് ഷോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പ്രിയപ്പെട്ട രാഹുൽജിയെ ക്ഷണിക്കുകയാണ്. A big thank you to everybody for coming here to this road show. ഈ റോഡ് ഷോയ്ക്ക് വന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. Now you can see that in the crowd here there are thousands of different faces. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ജനക്കൂട്ടത്തിൽ ആയിരക്കണക്കിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. Thousands of different people with different ideas have come to this road show. ആയിരക്കണക്കിന് ആശയങ്ങളുള്ള, ആയിരക്കണക്കിന് വ്യത്യസ്തമായ ചിന്തകളുള്ള, വ്യത്യസ്തമായ മുഖങ്ങളുള്ള മനുഷ്യരാണ് ഈ റോഡ് ഷോയ്ക്ക് ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. Children have come, women have come, men have come, people from different religions, people from different communities, maybe some people who speak different languages, everybody is here. ഇവിടെ പുരുഷന്മാർ വന്നിട്ടുണ്ട്, സ്ത്രീകൾ വന്നിട്ടുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട്, ഒരുപക്ഷെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ വന്നിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള, വ്യത്യസ്തമായ ആശയങ്ങളുള്ള ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത്. Flowers, you see all the different flowers, and all the flowers together make the bouquet beautiful. ഇതേ രീതിയിൽ നിങ്ങൾ അനേകം തരത്തിലുള്ള പുഷ്പങ്ങൾ, പല നിറത്തിലും രൂപത്തിലുമുള്ള അനേക പുഷ്പങ്ങളുള്ള ഒരു ബൊക്കയിലേക്ക് നോക്കുമ്പോൾ ഈ പല വിധത്തിലുള്ള പുഷ്പങ്ങൾ ചേർന്നാണ് ഒരു ബൊക്കയെ മനോഹരമാക്കുന്നത്. അതുപോലെയാണ് വിവിധ തരത്തിലുള്ള ആളുകൾ ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. Each human being who's come here has something special about them. ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തിക്കും, ഇവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ഓരോ വ്യക്തിക്കും സവിശേഷമായ എന്തോ ഒന്ന് ഇവിടെയുള്ള ഓരോ മനുഷ്യനുമുണ്ട്. Even people who are weak or having real difficulty, have some skill, some specialty. എല്ലാവർക്കും, ബുദ്ധിമുട്ടുള്ള മനുഷ്യർക്ക് പോലും ഉണ്ട്. Like today when ഇന്ന് വരുന്ന വഴി ഒരു ചെറിയ പെൺകുട്ടിയെ, വീൽ ചെയറിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. And I went and spoke to her. She was not well. ഞാൻ ഇന്ന് ആ പെൺകുട്ടിയോട് സംസാരിച്ചു, വീൽ ചെയറിലുള്ള പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. And she was paralyzed. 2 കാലുകളും തളർന്നു പോയ ആ പെൺകുട്ടിയായിരുന്നു. But I am pretty sure she was the bravest person in this group. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, അത്രയും പേരുടെ ആ ജനക്കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളത് ആ പെൺകുട്ടിക്കായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. She could not walk, but she was smiling. ആ പെൺകുട്ടിക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല, പക്ഷെ അവൾ പുഞ്ചിരിക്കുകയായിരുന്നു. So in that way, every perspective is important. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ കാഴ്ചപ്പാടും, എല്ലാ ചിന്തയും, എല്ലാ ആശയവും പ്രധാനപ്പെട്ടതാണ്. Every experience is important. ഓരോ അനുഭവവും പ്രധാനപ്പെട്ടതാണ്. And every experience has a different perspective. ഓരോ അനുഭവവും നമുക്ക് നൽകുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. You talk to a farmer, he has a different ഒരു കർഷകരോട് സംസാരിക്കും, അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ഒരു തൊഴിലാളിയോട് സംസാരിക്കും, അവർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവിടെയുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളോട് നിങ്ങൾ സംസാരിക്കും, അവർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. And all these different perspectives make India beautiful. നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ മനോഹരമാക്കുന്നത് ഇത്തരം വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും ചിന്താധാരകളുമാണ്. Just like if you look at a bouquet of flowers and there are many different types of flowers in it, red flowers, green flowers, pink flowers, yellow flowers, white flowers, it looks more beautiful than if there is only one type of flower.
നിങ്ങളിപ്പോ ഒരു ബൊക്കയിൽ നോക്കുകയാണ്, പലതരത്തിലുള്ള പൂക്കളുണ്ട് അവിടെ. ചുമപ്പുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നിറമുള്ളതിൽ മാത്രം. ഉദാഹരണത്തിന് വെള്ള മാത്രം ഉണ്ടെങ്കിൽ ആ ബൊക്ക എത്ര മനോഹരമായിരുന്നു, അതിലും 10 മടങ്ങ് മനോഹരമാണ് പല നിറത്തിലും പല രൂപത്തിലുമുള്ള പുഷ്പങ്ങൾ ഒരു ബൊക്കയിൽ ഉണ്ടാവുമ്പോൾ. And also a bouquet with many different flowers will obviously be much more resilient, much stronger than a bouquet which is one type of flower. അതേപോലെ തന്നെ പല നിറങ്ങളിലുള്ള പൂവുകളുള്ള ഒരു ബൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ളതും കൂടുതൽ ശക്തിയുള്ളതും മനോഹരവുമായിരിക്കും. It is the same with our country. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ഈ ബൊക്കയെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിലും അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. The fight that is taking place in the election in 2024 is about two different visions of India. ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തേക്കുള്ള കുറിച്ചുള്ള 2 വ്യത്യസ്തങ്ങളായ ദർശനങ്ങളുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. The Prime Minister says one nation, one leader, one language, one tradition. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു ഒരു ദേശം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു പാരമ്പര്യം. He wants that the bouquet should have only one color in it. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഈ ബൊക്കയിൽ ഒരേ ഒരു നിറം മാത്രമുള്ള ഒരു ബൊക്കയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടത്. He is telling the people of Kerala that you should not speak Malayalam. കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മലയാളം സംസാരിക്കരുത്. He is telling the people of Tamil Nadu, don't speak Tamil. അദ്ദേഹം തമിഴ്നാട്ടിലെ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ തമിഴ് സംസാരിക്കണ്ട. But Malayalam is not just a language. പക്ഷേ മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല. It's not just a few letters put together. നമ്മൾ പരസ്പരം സംസാരിക്കുന്ന, കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്ന ഏതാനും അക്ഷരങ്ങൾ മാത്രമല്ല മലയാളം. It is the entire history, the entire tradition, the entire struggle of the people of Kerala. മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഴുവൻ പാരമ്പര്യമാണ്, കേരളത്തിന്റെ മുഴുവൻ ചരിത്രമാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ചരിത്രത്തെ ഉൾക്കൊള്ളുന്നതാണ് മലയാള ഭാഷ. For thousands of years, you have been speaking to each other in Malayalam. ആയിരക്കണക്കിന് വർഷങ്ങളായി നിങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളം എന്ന ഭാഷയിലാണ്. This language has survived the biggest storms. ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച ഭാഷയാണ് മലയാള ഭാഷ. Earthquake, tragedy. ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിച്ച ഭാഷയാണ്. And it has continued. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ ഭാഷ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. You imagine the arrogance of the Prime Minister to tell the people of Kerala that there should only be one language in India. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ, ഒറ്റ ഒരു ഭാഷ മതി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. Or people should only follow one tradition in India. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരേ ഒരു പാരമ്പര്യം മാത്രമേ പിന്തുടരാവൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. Or one religion in India. അത് മാത്രമല്ല, ഒറ്റ മതം മാത്രം പിന്തുടർന്നാൽ മതി എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. India is the land of diversity. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഭൂമിയാണ്. And it is the only country in the world that has shown all other countries that our diversity is our strength. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങളുടെ വൈവിധ്യമാണ്, ഞങ്ങളുടെ വ്യത്യസ്തതയാണ്, ഞങ്ങളുടെ ശക്തി എന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. Now, what is it that protects our people, our languages, our different traditions, our histories? It is the constitution of our country. നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത രാജ്യങ്ങളെ, വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ അവരുടെ സംസ്കാരത്തെ, അവരുടെ ചരിത്രത്തെ, വ്യത്യസ്ത ഭാഷകളെ സംരക്ഷിക്കുന്നത് എന്താണ്? അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. People mistakenly say that the constitution is a book. തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ പലരും പറയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. Constitution is a commitment. It is a commitment to every single citizen of this country. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വെറും ഒരു പുസ്തകമല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനോടുമുള്ള ഒരു വാഗ്ദാനമാണ്, പ്രതിബദ്ധതയാണ്, ഉറപ്പാണ്. It is a commitment to every individual that we will allow you to live peacefully and happily in this country.
ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും എന്ന് നൽകുന്ന ഉറപ്പാണ് ഇന്ത്യൻ ഭരണഘടന. And when the BJP MPs say that they will change the constitution of our country, they are insulting the intelligence of every single Indian. BJP MPമാർ ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റുമെന്ന് പറയുമ്പോൾ അവർ ഓരോ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ബുദ്ധിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. They are insulting all the different states, all the different languages, all the different histories and traditions. രാജ്യത്തെ പല സംസ്ഥാനങ്ങളെ, പല ഭാഷകളെ, പല പാരമ്പര്യങ്ങളെ, ചരിത്രങ്ങളെ അധിക്ഷേപിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ ഞങ്ങൾ മാറ്റുമെന്ന് പറയുന്നതിലൂടെ BJP MPമാർ ചെയ്യുന്നത്. You must have seen a few days ago the BJP released their manifesto. നിങ്ങൾ കണ്ടു കാണും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJP അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കി. And the Congress party also released their manifesto. കോൺഗ്രസ് പാർട്ടിയും നമ്മളുടെ മാനിഫെസ്റ്റോ പ്രകടന പത്രിക അതിനു മുമ്പ് തന്നെ പുറത്തിറക്കിയിരുന്നു. If you look, the Congress party's manifesto is a manifesto of the people of India. നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ നോക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രകടന പത്രികയാണ്. I'll tell you a little bit about our manifesto. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഞങ്ങളുടെ പ്രകടന പത്രികയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Everybody knows that women look after the next generation. എല്ലാവർക്കും അറിയാം, സ്ത്രീകളാണ് അടുത്ത തലമുറയെ സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നത് സ്ത്രീകളാണെന്ന് എല്ലാവർക്കും അറിയാം. In modern India, both men and women have jobs. ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടു കൂട്ടർക്കും തൊഴിലവസരങ്ങളുണ്ട്, തൊഴിലുകളുമുണ്ട്. The husband goes to work, the wife also goes to work. ഹസ്ബൻഡ് പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, അതേപോലെ തന്നെ ജീവിത പങ്കാളികളായ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ജോലിക്ക് പോകുന്നു. But the wife does double work. പക്ഷേ സ്ത്രീകൾ ഇരട്ടി ജോലിയാണ് ചെയ്യുന്നത്. She goes, see, the women are smiling because they know what I'm saying. അവിടെയുള്ള സ്ത്രീകൾ ചിരിക്കുകയാണ്, കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. സ്ത്രീകൾ ഇരട്ടി ജോലിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുമ്പോൾ അവിടെ അത് മനസ്സിലാകുന്നത് കൊണ്ടാണ് അവിടെ നിൽക്കുന്ന സ്ത്രീകൾ ചിരിക്കുന്നത്. If the husband does 8 hours of work, the woman does 16 hours of work. പുരുഷന്മാർ, ജീവിത പങ്കാളികളായ പുരുഷന്മാർ 8 മണിക്കൂർ ജോലി ചെയ്യുന്നെങ്കിൽ അവിടെ സ്ത്രീകൾ 16 മണിക്കൂറുകളാണ് ജോലി ചെയ്യുന്നത്. This is a secret of every single Indian household. ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയിലെ ഓരോ വീട്ടിലെ രഹസ്യമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. So we have recognized this in the Congress manifesto. ഇന്ത്യയുടെ പ്രകടന പത്രികയിൽ ഈ യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. And we have decided that we want to compensate Indian women for this extra work that they are doing for the future. ഞങ്ങൾ തീരുമാനിച്ചു, ഇന്ത്യയിലെ സ്ത്രീകൾ ചെയ്യുന്ന ഈ ഇരട്ടി ജോലിക്ക് വേണ്ട നഷ്ടപരിഹാരം അവർക്ക് നൽകണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളുടെ പ്രകടന പത്രികയിലൂടെ തീരുമാനിച്ചു. So we have committed 3 things to them. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ 3 വാഗ്ദാനങ്ങളാണ് ഉറപ്പു നൽകുന്നത്. The first thing is that we are going to make a list of every single poor household in the country. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കാൻ പോകുകയാണ്. Every single house below the poverty line, we are going to make a list of the people. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ വീടിന്റെയും ഒരു പട്ടിക ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുകയാണ്. And then we will choose one woman in each poor family in India. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഞങ്ങൾ പട്ടിക ഉണ്ടാക്കുന്ന ആ കുടുംബങ്ങളിൽ നിന്ന് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ സ്ത്രീയെ വീതം ഞങ്ങൾ തിരഞ്ഞെടുക്കും. And then we are going to pass a law that is going to give that woman 1 lakh rupees a year, 8,500 rupees a month in her bank account. ഈ ഓരോ കുടുംബത്തിലെയും ഓരോ ദരിദ്രരായ സ്ത്രീയെ തിരിച്ചതിന് ശേഷം ഞങ്ങൾ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഓരോ സ്ത്രീക്കും മാസം 8,500 രൂപ വീതം 1 ലക്ഷം രൂപ ഈ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പു നൽകുന്നു. Of course, that money will be spent for the family, but it will go into the woman's bank account. തീർച്ചയായിട്ടും ഈ കൊടുക്കുന്ന പൈസ കുടുംബത്തിന് വേണ്ടിയായിരിക്കും ചെലവാക്കുന്നത്, പക്ഷേ ഈ പൈസ പോകുന്നത് സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. Then we have also said that we want to transform our government offices and our public sector units. അത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും
അവിടെ ഒരു വലിയ പരിവർത്തനം ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. So we are going to ensure, we are going to ensure 50% reservations in the public sector units and in government offices to our women. അതുമാത്രമല്ല, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലികളിൽ 50% സംവരണങ്ങൾ ഞങ്ങൾ ഉറപ്പു നൽകാൻ പോകുന്നു. And for the Ashas and Anganwadi women, we are going to double their wages. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ ആശാ പ്രവർത്തകർക്കും അംഗൻവാടി പ്രവർത്തകരുടെയും വരുമാനം, വേതനം ഞങ്ങൾ ഇരട്ടിയാക്കാൻ പോകുകയാണ്. So you can see how we are targeting all sections. We are targeting poor women, we are targeting women who are working, we are also targeting women who are in government, who are in the middle class. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും, ദരിദ്രരായ സ്ത്രീകളെ, ജോലി ചെയ്യുന്ന സ്ത്രീകളെ, ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ, വിദ്യാസമ്പന്നരായ സ്ത്രീകളെ എല്ലാവരെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രകടന പത്രികയിൽ ഞങ്ങളുടെ പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. Now everybody knows that Mr. Narendra Modi, through demonetization and a flawed GST and the Agniveer scheme, has destroyed employment in India. എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി നോട്ട് നിരോധനത്തിലൂടെ, വികലമായ ഒരു GST-യിലൂടെ, ചരക്ക് സേവന നികുതിയിലൂടെ, അതുപോലെ അഗ്നിപഥ് പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ തൊഴിലവസരങ്ങൾ നഷ്ടമാക്കി എന്നത് എല്ലാവർക്കും അറിയാം. So to fight unemployment, as soon as we come to power, we are going to go back to the original recruitment system of the army, and we are going to scrap the Agniveer scheme. അതുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ നേരിടുന്നതിന് വേണ്ടി അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ അഗ്നിപഥ് സ്കീമിനെ റദ്ദാക്കിക്കൊണ്ട് മുൻപുണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ്, ആർമിയിലെ റിക്രൂട്ട്മെന്റിലേക്ക്, നിയമന നടപടികളിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. Today you have 5 different bands of GST, complicated GST, a GST which allows extortion. We are going to simplify the GST and we're going to have just one band of GST. ഇപ്പോൾ ഉള്ള GST ചരക്ക് സേവന നികുതി എന്ന് പറയുന്ന 5 ബാൻഡുകളുണ്ട്. അതുപോലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു നികുതിയാണ്, അതുപോലെ അതിസങ്കീർണമായ ഒരു നികുതിയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചരക്ക് സേവന നികുതി വളരെയധികം ലളിതമാക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. Then we studied how many vacancies are there in the Indian government, and we found that there are 30 lakh jobs that should be filled, but Modi is not filling. അതുമാത്രമല്ല, ഈ രാജ്യത്തെ എത്രമാത്രം തൊഴിലവസരങ്ങളുണ്ട്, എത്രമാത്രം വേക്കൻസികൾ, ഒഴിവുകൾ നികത്താതെ കിടപ്പുണ്ടെന്ന് ഞങ്ങൾ പഠിച്ചു. ഈ രാജ്യത്ത് നരേന്ദ്രമോദി നികത്താൻ, ആളുകളെ എടുക്കാൻ തയ്യാറാകാത്ത 30 ലക്ഷത്തിലധികം ഒഴിവുകൾ, തൊഴിലവസരങ്ങൾ ഈ നാട്ടിൽ നിന്ന് നിലവിലുണ്ട്. So we are going to give those 30 lakh jobs to the youngsters of our country. ആ 30 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ, നരേന്ദ്രമോദി യുവജനങ്ങൾക്ക് നൽകാത്ത 30-ലധികം തൊഴിലവസരങ്ങൾ ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു. Finally, poor people, whenever they got a government job or they get a job with the PSU, they get it under contract labor. ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവസാനം ഒരു ജോലി കിട്ടിയാലോ പലപ്പോഴും കിട്ടുന്ന ജോലി കോൺട്രാക്ട് ജോലികളാണ്, കരാർ നിയമനങ്ങളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമ്മുടെ യുവജനങ്ങൾക്ക് പലപ്പോഴും ലഭിക്കുന്നത്. They have no job security and they can be fired from one day to another. അവർക്ക് ഒരു തൊഴിൽ സുരക്ഷിതത്വമില്ല. ഒരു ദിവസം കൊണ്ട് വേണമെന്ന് വെച്ചാൽ അവരെ ഈ കരാർ ജോലികളിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധിക്കും. And so we are not going to continue with contract labor. We are going to make sure that the jobs, government jobs that are given, are based on long-term permanent contracts, and pension and other facilities are given to the people who get these jobs. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് കൂടി നൽകുന്നു. ഈ നാട്ടിലെ തൊഴിലവസരങ്ങൾ യുവജനങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങൾ നൽകുന്ന തൊഴിലുകൾ ഗവൺമെന്റ് ജോലികൾ, കരാർ ജോലികളല്ല, മറിച്ച് സ്ഥിര നിയമനങ്ങളായിരിക്കും. അതിന്റെ ഭാഗമായി പെൻഷനും മറ്റ് സാമൂഹ്യ സുരക്ഷയും യുവജനങ്ങൾക്ക് ഉറപ്പാകുമെന്ന് ഉറപ്പ് നൽകുന്നു. Now, the children of rich families, before they go to work, they do apprenticeships. ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് അറിയാം. ധാരാളം പൈസയുള്ള വീടുകളിലെ കുട്ടികൾ അവർ പഠിച്ചിറങ്ങിയ ശേഷം അവർക്ക് അപ്രന്റീസ്ഷിപ്പിന് അഥവാ തൊഴിൽ പരിശീലനത്തിന് പോകാൻ ധാരാളം അവസരങ്ങളുണ്ട്. Before they get a permanent job, they go for 3 months, 6 months, 1 year to private companies, to government offices, and they get
a apprenticeship which is a temporary job. അവർക്കൊരു സ്ഥിര ജോലി കിട്ടുന്നതിന് മുമ്പ് അവർ ചിലപ്പോൾ സ്വകാര്യ കമ്പനികളിൽ പോകുന്നു, ഗവൺമെന്റ് ജോലികളിൽ പോകുന്നു, ചിലപ്പോൾ 3 മാസത്തേക്കാകാം, 6 മാസത്തേക്കാകാം, 1 വർഷത്തേക്കാകാം. അതുപോലെ അവർക്ക് അവിടെ തൊഴിൽ പരിശീലനത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അവർക്ക് അത് അവരെ പെർമനന്റ് ജോലി, സ്ഥിര ജോലി കിട്ടുന്നതിന് അവരെ സഹായിക്കുകയും ചെയ്യുന്നു. They get trained and they get paid for this. അവർക്ക് പരിശീലനവും ലഭിക്കുന്നു. അത് മാത്രമല്ല ഈ പരിശീലന കാലത്ത് അവർക്ക് അതിന് ശമ്പളവും ലഭിക്കുന്നു. But poor youngsters do not have this opportunity. പക്ഷേ നമ്മുടെ നാട്ടിലെ ദരിദ്രരായ ചെറുപ്പക്കാർക്ക് ഈ അവസരങ്ങൾ ലഭിക്കുന്നതേയില്ല. They do not have the connections to get these apprenticeships. ഇതുപോലെയുള്ള തൊഴിൽ പരിശീലനം, അപ്രന്റീസ്ഷിപ്പ് സാധ്യതകൾ കിട്ടാനുള്ള ബന്ധങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ ദരിദ്രരായ ചെറുപ്പക്കാർക്കില്ല. So we are passing a right to apprenticeship law. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ തൊഴിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി അവർക്ക് തൊഴിൽ അവസരം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിൽ പരിശീലനത്തിലുള്ള ഒരു അവകാശം നിയമമാക്കുന്ന ഒരു നിയമം ഞങ്ങൾ നടപ്പിൽ വരുത്താൻ പോകുന്നു. This is a revolutionary idea, and what it means is that any youngster who has a diploma, who has a university degree, who has a college degree, has the right to get an apprenticeship. ഇത് വിപ്ലവാത്മകരമായ ഒരു നിയമമാണ്. എന്താ? നമ്മുടെ രാജ്യത്തെ ഒരു ഡിപ്ലോമ ഉള്ള, അല്ലെങ്കിൽ ഒരു കോളേജിലെ ബിരുദമുള്ള, അല്ലെങ്കിൽ ഒരു സർവകലാശാലയിലെ ബിരുദമുള്ള ഒരു യുവജനതയ്ക്ക്, ഒരു യുവാവിനോ യുവതിക്കോ തൊഴിൽ പരിശീലനം അവകാശമാക്കുന്ന വിപ്ലവകരമായ ഒരു നിയമമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. So he will get 1 year employment, he will get training, or he or she will get 1 year employment, 1 year training, and 1 lakh rupees for the year. അത് മാത്രമല്ല ഈ വ്യക്തിക്ക് 1 വർഷത്തെ പരിശീലനം ലഭിക്കും, 1 വർഷത്തെ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ ഇവർക്ക് 2 പേർക്കും വേണ്ട പരിശീലനവും തൊഴിലും ലഭിക്കും 1 വർഷത്തേക്ക്. And every single youngster with a diploma or a university degree will get this as a right. The government will not be able to refuse this. അത് മാത്രമല്ല ഈ രാജ്യത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള ഏതൊരു യുവാവിനും യുവതിക്കും ഇതൊരു അവകാശമായി ലഭിക്കും. ഈ ഒരു അവകാശമായി സമീപിക്കുമ്പോൾ ഗവൺമെന്റിന് ഇത് ഒരിക്കലും നിരസിക്കാൻ സാധിക്കാത്ത ഒരു അവകാശമായി ഇവിടെ നടപ്പിൽ വരും. This is going to provide millions of trained youngsters to our companies, to our government offices. ഈ പദ്ധതിയിലൂടെ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് പരിശീലനം നേടിയ യുവതി യുവാക്കളെ നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് കമ്പനികൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. And at the same time, they will all get 1 lakh rupees, 8,500 rupees a month in their bank account. അത് മാത്രമല്ല എല്ലാവർക്കും 1,08,500 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും. So look at the detail into which we went. നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഞങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ എത്രമാത്രം വിശദാംശങ്ങളിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നുപോയതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. Thousands of people were asked, what do you want in the Congress manifesto? കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ ഇന്ത്യയിലെ ആയിരക്കണക്കിന് മനുഷ്യരോട് ചോദിച്ചു. We gave something to farmers, something to laborers, something to women, something to youngsters. ഞങ്ങൾ കർഷകർക്ക്, തൊഴിലാളികൾക്ക്, സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക് അവർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ നൽകുന്നുണ്ട്. And what was the promise of the BJP manifesto? നിങ്ങൾ ആലോചിക്കുക, എന്തായിരുന്നു ബിജെപിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം? We will get the Olympic Games to India and we will send a man to the moon. ഞങ്ങൾ ബിജെപിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്താണ്? ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഒളിമ്പിക് ഗെയിംസ് കൊണ്ടുവരും, ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരു മനുഷ്യനെ അയക്കും. ഇത് രണ്ടുമാണ് ബിജെപിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. They asked some bureaucrat to write down 2 or 3 lines, and the fellow wrote down, we'll send 1 man to the moon and we'll get the Olympic Games to India. നിങ്ങൾക്കറിയാം അവരെങ്ങനെ പ്രകടന പത്രിക തയ്യാറാക്കിയെന്ന്. അവർ 2-3 ഉദ്യോഗസ്ഥരോട് പറഞ്ഞു 2-3 വരി എഴുതി തരാൻ. അവർ 2-3 വരി എഴുതി കൊടുത്തു. അതിനകത്തുണ്ട്, ഞങ്ങൾ ഒരു മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിടും, ഒളിമ്പിക് ഗെയിംസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഇതാണ് ബിജെപിയുടെ പ്രകടന പത്രിക. And I think the Prime Minister will go to the bottom of the ocean and announce the manifesto like he did over there a few weeks ago. ഞാൻ വിചാരിക്കുന്നത് പ്രധാനമന്ത്രി കുറെ ദിവസം മുമ്പ് സമുദ്രത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയതുപോലെ അദ്ദേഹം സമുദ്രത്തിന്റെ അടിയിലൂടെ ഒരിക്കലും കൂടെ മുങ്ങിപ്പോയി അത് മാത്രമല്ല അദ്ദേഹം പറയും, അവിടെ ചെന്നിട്ട് പറയും, ഞങ്ങൾ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ പോവുകയാണെന്ന് സമുദ്രത്തിന്റെ അടിയിൽ പോയിട്ട് അദ്ദേഹം പറയും. അത് മാത്രമല്ല ഒരു പക്ഷെ അദ്ദേഹവും ചന്ദ്രനിൽ പോയെന്നിരിക്കാം. എന്നിട്ട് നിങ്ങളോട് പറയും, നോക്കോ കണ്ടോ ഞാൻ ചന്ദ്രനിൽ പോയെന്ന് നിങ്ങളോട് പറഞ്ഞേക്കാം.
after all, when millions of people were dying of COVID, the Prime Minister was telling India, Thali bajao. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ കോവിഡ് വന്ന് മരിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താ നമ്മളോട് പറഞ്ഞത്? കൈ കൊട്ടി കളിക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. People were dying. They could not breathe. There was no oxygen. There was no ventilators. And the Prime Minister was saying, Thali bajao. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർ മരിക്കുകയായിരുന്നു, ഓക്സിജൻ ഇല്ല, വെന്റിലേറ്റർ ഇല്ല. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളോട് പറയാ കൈ കൊട്ടിക്കോളൂ. And when the Indian youngster said, we want a job, he said, pakode banao. ഇന്ത്യയിലെ യുവജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ പക്കോട ഉണ്ടാക്കിക്കോളൂ. So that is the difference between us and the Prime Minister of India. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും RSSും BJP ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. I am aware that there is a alternative road in Pozithod that you have been trying to build for a very long time. എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഒരു ബദൽ റോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Padinathara Pozithod. Padinyarethara to Pozithod. Padinyarethara road. Pozithod road. It's a road that you have been working on for some time, and we will try and make sure that the road is completed very quickly. നിങ്ങൾ ഈ റോഡ് പൂർത്തിയാക്കാൻ കുറെ നാളുകൾ കൊണ്ട് ശ്രമിക്കുകയാണ്. ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. Thank you very much. വളരെ നമസ്കാര. താങ്ക് യു. എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. നിയോജകമണ്ഡലം UDF ചെയർമാൻ, കൺവീനർ, ട്രഷറർ, പഞ്ചായത്ത് UDF ചെയർമാൻ, കൺവീനർ, മറ്റ് കക്ഷി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, UDFിന്റെ മുഴുവൻ പ്രവർത്തകന്മാരോടുമുള്ള നന്ദി പ്രത്യേകവും.